അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. വിശുദ്ധ ഇസ്ലാം ചില പാപങ്ങളെ വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. ചെറുദോഷങ്ങളുണ്ട്, അതുപോലെ തന്നെ വൻദോഷങ്ങളുണ്ട്, 7 മഹാപാപങ്ങളുണ്ട്. ഇങ്ങനെ ദോഷങ്ങളെ വിവിധ ഘട്ടങ്ങളിലായി വിവിധ രൂപത്തിലായി നമ്മെ പഠിപ്പിക്കപ്പെട്ടു എങ്കിലും അതിൽപ്പെട്ട ചില ദോഷങ്ങളുണ്ട്. അത് വളരെയധികം ഗൗരവമുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിൽ നിന്നും വിശ്വാസികൾ പൂർണ്ണമായും മാറി നിന്ന് റബ്ബിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഭൗതികമായ ലോകത്തൊരു പക്ഷേ ചില നഷ്ടങ്ങൾ അതുകൊണ്ട് സംഭവിച്ചേക്കാമെങ്കിലും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭക്ഷണം, നമ്മുടെ മക്കൾക്ക് നാം നൽകുന്ന ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെ ഹലാലല്ലാത്തവ, ഹറാമായ വസ്തുക്കൾ കടന്നു വരിക എന്നുള്ളത് വളരെയധികം ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. കാരണം ഹറാമായ ഭക്ഷണം കഴിച്ച് അതിലൂടെ ഉണ്ടായ രക്തം അത് ശരീരത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം ഒരു പക്ഷേ നമ്മുടെ ഇബാദത്തുകളുടെ സ്വീകാര്യതക്ക് അത് വളരെയധികം ഭംഗം വരുത്തുമെന്നുള്ള കാര്യം നാം ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രക്തം അതൊരിക്കലും ഹറാമ് കലർന്നതാവാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്ന, നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നാം ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പറയപ്പെട്ടതുപോലെ മഹാപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് കൈക്കൂലി കൊടുക്കുക, അത് വാങ്ങുക, അതുപോലെ തന്നെ അതിന് ഇടനിലക്കാരായി നിൽക്കുക. ഇതെല്ലാം തെറ്റായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തപ്പെടും, അവരകറ്റി നിർത്തപ്പെടുമെന്നുള്ള വലിയൊരു സന്ദേശമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ ഇമാം ഇബ്നു മാജ, ഇമാം തുർമുദി തുടങ്ങിയ മുഹദ്ദിസുകൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ മഹാനവർകൾ പറയുന്നുണ്ട്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റാഷിയ വൽ മുർതശി ഫീ റിവായത്തിൻ അർ-റായിഷ. കൈക്കൂലി കൊടുക്കുന്നവൻ, അത് വാങ്ങുന്നവൻ, അതുപോലെ തന്നെ അതിന് ഇടനിലക്കാരനായി നിൽക്കുന്നവർ, ഇവർക്കെല്ലാം അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും അവരെ അകറ്റപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുണ്ട്. തനക്ക് അർഹതപ്പെട്ടതല്ലാത്തൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ വളഞ്ഞ വഴിയിൽ മറ്റുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് അവർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ നിനക്ക് നിന്നാലിനെ കാര്യം നിറവേറ്റിത്തരണമെങ്കിൽ, എൻ്റെ ഒപ്പ് വേണമെങ്കിൽ, എൻ്റെ ഭാഗത്തുള്ള പിന്തുണ നിനക്ക് വേണമെങ്കിൽ നീ എനിക്ക് ഇത്ര കാശ് കൈക്കൂലിയായി തന്നെങ്കിൽ ഞാനത് ചെയ്തു തരൂ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അല്ലെങ്കിൽ അതിനുവേണ്ടി ഇടനിലക്കാരായി നിർത്തിയിട്ട് ചില ബ്രോക്കർമാർ അവർ ഈ കൈക്കൂലി വാങ്ങുന്നവൻ്റെയും കൊടുക്കുന്നവൻ്റെയും ഇടയിൽ ഇടനിലക്കാരായി നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾ, ഇവർക്കെല്ലാം അള്ളാഹുവിൻ്റെ ശാപമുണ്ടെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ മഹാന്മാർ പറഞ്ഞു, വൻദോഷങ്ങളിൽപ്പെട്ട ഒരു പാപമായിട്ടാണ് കൈക്കൂലി കൊടുക്കലും വാങ്ങലും അതിന് ഇടനിലക്കാരായി നിൽക്കലൊക്കെ ഈ ഹദീസ് അത്ര ഗൗരവത്തിലാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിക്കപ്പെട്ടത്, നമുക്ക് അർഹതപ്പെട്ടത് അത് നേടിയെടുക്കാനും മറ്റ് തെറ്റായ വഴിയിലൂടെ അവകൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനൊക്കെയുള്ള വിശാലമായ മനസ്സും തൗഫീഖും അള്ളാഹു നമുക്ക് തരട്ടെ. ഖൈറിൻ്റെ വഴിയിൽ വഴി നടക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.